ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ദിസ് ഈസ് റൂഡോ ഫ്രം ഹാക്ക് ഫൈൽസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് കോഡിങ്ങിന് ആവശ്യമായ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാനാണ്. നമ്മൾ C++നാണ് കോഡിങ് പഠിക്കുന്നത്. സോ അതിൽ നമുക്കൊരു IDE യൂസ് ചെയ്യേണ്ടതുണ്ട്. IDE എന്ന് വെച്ചാൽ നമുക്ക് കോഡിങ് എളുപ്പമാക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ എക്ലിപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളോ അതേപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് നോട്ട് പാഡിൽ അതേപോലെ ടെക്സ്റ്റ് എഡിറ്ററിലൊക്കെ ചെയ്യാം. പക്ഷേ അതൊന്നും നമുക്ക് മിസ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. IDEs ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അപ്പോൾ നമുക്ക് എക്ലിപ്സിലാണ് ചെയ്യുന്നത്. എക്ലിപ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് 2 റിക്വയർമെൻറ്റ്സും കൂടി ആവശ്യമുണ്ട്. അതായത് MinGW എന്നുള്ളൊരു കമ്പൈലറും അതേപോലെ തന്നെ നമുക്ക് ജാവ ഡെവലപ്മെൻറ്റ് ടൂൾ കിറ്റും ആവശ്യമുണ്ട്. സോ അത് രണ്ടും ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാം, ദെൻ നമുക്ക് എക്ലിപ്സ് ഇൻസ്റ്റാൾ ചെയ്യാം. ഫസ്റ്റ് MinGW എന്ന് സെർച്ച് ചെയ്യാം. MinGW ഓക്കെ, MinGW സെർച്ച് ചെയ്താൽ മതി. ജസ്റ്റ് MinGW എന്ന് സെർച്ച് ചെയ്താൽ മതി. അതിൽ സ്വൈപ്പ് ചെയ്താൽ നമുക്ക് sourceforge.net ഒരു സൈറ്റാണ്, അത് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കാം. ഒരു പേജിലോട്ട് വന്നു. നമ്മുടെ ഡൗൺലോഡ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ജസ്റ്റ് അക്സെപ്റ്റ് കൊടുത്താൽ മതി. പിന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്കൊരു സിപ്പ് ഫയലായിട്ട് ആയിരിക്കും കിട്ടുക. ആ സിപ്പ് ഫയൽ ഞാനിപ്പോൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. സിപ്പ് ഫയലായിരിക്കും. ആ സിപ്പ് ഫയൽ ജസ്റ്റ് എക്സ്ട്രാക്റ്റ് ചെയ്യാം. എക്സ്ട്രാക്റ്റ് ടു എന്നുള്ളൊരു സെലക്ട് ചെയ്തിട്ടില്ല, സെലക്ട് ചെയ്യാം. എക്സ്ട്രാക്റ്റ് ടു എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കാം. ദെൻ അതിൽ നമ്മൾ C ഡ്രൈവ് സെലക്ട് ചെയ്ത് കൊടുക്കുക. C ഡ്രൈവ് മതി. ദെൻ ഓക്കെ കൊടുക്കാം. ഞാനിവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, സോ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പോസ് ചെയ്യാണ്. നിങ്ങൾ ഓക്കെ കൊടുത്തിട്ട് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ മേ ബി കുറച്ച് ടൈം എടുക്കുമായിരിക്കും. സോ അതിന് ശേഷം പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ജാവ ഡെവലപ്മെൻറ്റ് ടൂൾ കിറ്റാണ് ആവശ്യം. അതിനായിട്ട് JDK ഇൻസ്റ്റാൾ ഡൗൺലോഡ് ഫോർ വിൻഡോസ് 10 64-bit. ഇതിൻ്റെ ഒക്കെ ലിങ്ക് നമ്മൾ ബ്ലോഗിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഇന്ന് യൂസ് ചെയ്യുന്നതിൻ്റെ എല്ലാ ലിങ്കും നമുക്ക് ബ്ലോഗിൻ്റെ ലിങ്ക് ഉണ്ടാവും, അതിൽ കയറി നമുക്ക് കിട്ടും. അതിൽ ആമസോൺ വേണ്ട, നമുക്ക് ഒറാക്കിളാണ് ആവശ്യം. ഒറാക്കിൾ എടുക്കാം. അതിൽ JDK ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഫസ്റ്റ് തന്നെ കാണാൻ കഴിയും. അതിൽ സെലക്ട് ചെയ്യാം. ജസ്റ്റ് അടിയിലോട്ട് സ്ക്രോൾ ചെയ്ത് പോയാൽ ഇവിടെ കാണാം JDK വിൻഡോസ് 64 ഇൻസ്റ്റാളർ. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. ദെൻ ഇവിടെ ഒരു ടേം ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചുകൊണ്ട് ചെയ്യുന്നില്ല. പിന്നെ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു EXE ഫയലായിരിക്കും, അത് ഇൻസ്റ്റാൾ ചെയ്യാം. അതിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതായത് നമ്മുടെ ഒരു പെർമിഷനൊക്കെ ചോദിക്കും, അതൊക്കെ അലോ കൊടുക്കണം. അതേപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഡെസ്റ്റിനേഷന് കൊടുക്കുമ്പോൾ C ഫയൽസിൽ, അതായത് C ഫോൾഡറിൽ പ്രോഗ്രാം ഫയൽസ് എന്നുള്ള ഫോൾഡർ കൊടുക്കുക. സോ അത്ര ശ്രദ്ധിക്കേണ്ടുള്ളൂ, ബാക്കിയൊക്കെ നെക്സ്റ്റ് അടിച്ച് പോവാം. ഇതൊക്കെ ചെയ്തതിനു ശേഷം പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ MyPC എടുക്കുക. അതിൽ പ്രോപ്പർട്ടീസ് എടുക്കുക. ഇങ്ങനെ വരാം. അതിൽ അഡ്വാൻസ് സിസ്റ്റം സെറ്റിങ്സിൽ സെലക്ട് ചെയ്യുക. ഇങ്ങനത്തെ ഒരു വിൻഡോ വരും. അതിൽ എൻവറോൺമെൻറ്റ് വേരിയബിൾസ് സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് പാത്താണ് സെലക്ട് ചെയ്യേണ്ടത്. പാത്ത്, അതിൽ എഡിറ്റ് കൊടുക്കുക. പാത്ത് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നമ്മൾ ജസ്റ്റ് അത് എങ്ങനെ ചെയ്യാമെന്നാണ് കാണിച്ചത്. നമ്മളിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് MinGW, അതേപോലെ MinGW 64 ബിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ JDK ബിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ബ്രൗസ് ചെയ്യാം. ബ്രൗസ് ചെയ്തതിന് ശേഷം ദിസ് PC, അതിൽ നമുക്ക് C ഫയലാണ്. C ഫയലിൽ നമ്മൾ ഫസ്റ്റ് തന്നെ MinGW ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ MinGWൻ്റെ ഫോൾഡർ, അതിൽ ബിൻ എന്നുള്ള ഫോൾഡറാണ് സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ ഇവിടെ കൊടുത്ത പോലെ തന്നെ വരും. പിന്നെ പിന്നെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത് ജാവ ഡെവലപ്മെൻറ്റ് ടൂൾ കിറ്റിൻ്റെയാണ്. അതും ഇതിൽ ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ബ്രൗസ് ചെയ്യുക. ദിസ് PC എടുക്കുക. അതിൽ ഏസർ C ഫോൾഡർ എടുക്കുക. ശേഷം പ്രോഗ്രാം ഫയൽസ് ഓപ്പൺ ചെയ്യുക. പ്രോഗ്രാം ഫയൽസിൽ ജാവ എന്നുള്ളൊരു ഫയൽ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലാവും നമ്മൾ ജാവ ഡെവലപ്മെൻറ്റ് ടൂൾ കിറ്റിൻ്റെത്. സോ അതിൽ JDK ഇത് സെലക്ട് ചെയ്യുക. ദെൻ ബിന്ന്. അപ്പോൾ അതിലും ബിന്ന് സെലക്ട് ചെയ്താൽ പിന്നെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടത് എക്ലിപ്സ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് ഇതൊക്കെ ക്യാൻസൽ അടിക്കണം. ഇതൊക്കെ നിങ്ങൾ ഓക്കെ കൊടുക്കേണ്ട കേട്ടോ, എല്ലാതും ഓക്കെ കൊടുക്കുക.
അങ്ങനെ ചെയ്ത് പോവാം. നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ട് പിന്നെ ചെയ്യുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് എക്ലിപ്സ് ഇൻസ്റ്റാൾ ചെയ്യണം, അതുകൂടി ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൂ. അതിനായിട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യാം. നമുക്ക് ഒരുപാട് എക്ലിപ്സ് ഉണ്ട്. സോ എക്ലിപ്സ് ഫോർ സി എന്നോ അല്ലെങ്കിൽ C++ എന്നോ അടിച്ചാൽ മതി. സിക്കും C++നും കൂടി ഒരു എക്ലിപ്സ് ആണ്. സോ അതിൽ നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് പോയാൽ eclipse.org എന്നുള്ള സൈറ്റ് കിട്ടും. അതിൽ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇതൊരു പഴയ പാക്കേജാണ്, അതുകൊണ്ട് പുതിയ പാക്കേജ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഹിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയാൽ നമുക്കിവിടെ കാണാൻ കഴിയും എക്ലിപ്സ് ID ഫോർ C or C++ ഡെവലപ്പേഴ്സ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഇവിടെ വിൻഡോസിൻ്റെ 64 ബിറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. മാക് ഉള്ളവർക്കും ലിനക്സ് ഉള്ളവർക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ വിൻഡോസിൻ്റെ 64 സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ ഡൗൺലോഡിൻ്റെ ബട്ടൺ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കാം. ഡൗൺലോഡ് കൊടുത്താൽ നമുക്കിവിടെ ഡൗൺലോഡിൻ്റെ ഒരു പോപ്പ് വന്നിട്ടുണ്ട്. ഇതാണ് ഒരു സിപ്പ് ഫയലായിരിക്കും ഉണ്ടാവുക. അത് സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യണം. സോ ഇത് 352 MB ആണുള്ളത്. ഞാൻ ഓക്കെ കൊടുത്താൽ ഡൗൺലോഡ് ആവും. ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഓക്കെ കൊടുക്കുന്നില്ല. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിപ്പ് എക്സ്ട്രാക്ട് ചെയ്യണം. എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് നേരത്തെ നമ്മൾ ജാവ ഡെവലപ്മെൻറ്റ് ടൂൾ കിറ്റിന് പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് നമ്മുടെ C ഫയലിൽ പ്രോഗ്രാം ഫയൽസിൽ കൊടുക്കാം. അതായത് C ഫോൾഡറിൽ പ്രോഗ്രാം ഫയൽസ് കൊടുക്കുക ഡെസ്റ്റിനേഷന്. ഇത് എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ നമ്മൾ എക്ലിപ്സ് ഇവിടെയാണ് കാണാം. എക്ലിപ്സ് നമ്മൾ ജസ്റ്റ് C ഫോൾഡറിൽ പ്രോഗ്രാം ഫയൽസിൽ പോയാൽ നമുക്കിവിടെ എക്ലിപ്സ് എന്നുള്ളൊരു ഫോൾഡർ കാണാൻ കഴിയും. അത് എക്ലിപ്സ് എന്ന് വന്നിട്ടുണ്ട്. ആ ഒരു എക്ലിപ്സ് എന്നുള്ള ഫോൾഡറിൽ എക്ലിപ്സ് എന്നുള്ളൊരു exe ഫയൽ ഉണ്ടാവും. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്ലിപ്സ് ഓപ്പൺ ആവും. പിന്നെ അത് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് റൈറ്റ് ക്ലിക്ക് ആക്കിയതിന് ശേഷം സെൻഡ് ടു എന്നുള്ള ഓപ്ഷനിൽ ഡെസ്ക്ടോപ്പ് ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്താൽ മതി, നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇൻസ്റ്റാളേഷൻ അപ്പോൾ കംപ്ലീറ്റ് ആവും. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. ഇത് ഞാൻ ചില കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. അവിടെയൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ താങ്ക്